ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ദം ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പച്ചമുളക്, ഇഞ്ചി, സാജീരകം, ഏലക്ക, പട്ട, ഇത് ഇത്രയും കൂടി മിക്സിയിലിട്ട്, ഇഞ്ചിയും പച്ചമുളകും അത് സെപ്പറേറ്റ് നമ്മൾ മിക്സിയിലിട്ടടിക്കണം. അതുപോലെ സാജീരം, പട്ട, ഏലക്ക സെപ്പറേറ്റ് ചെയ്യണം. കിലോ ചിക്കനാണ് നമ്മളിപ്പോൾ ബിരിയാണി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചിക്കൻ കഴുകി വിനീഗറും ഉപ്പും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനാണ്. 1 കിലോ ചിക്കന് 1 കിലോ റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഉപ്പ് ഇടാം. ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പേസ്റ്റാക്കാൻ രണ്ടും ഒന്നിച്ചല്ല, സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിപ്പോൾ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ഇട്ട് നമ്മൾ അടിച്ചെടുത്ത പേസ്റ്റാക്കിയെടുത്ത അത്ര ഐറ്റമാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. അത് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണിൽ നിന്ന് 1.5 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഇടാം, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോഴായിട്ട് ഇടാൻ പോകുന്നത് മഞ്ഞളാണ്. നമ്മൾ വറുത്ത സവാളയാണ്, അത് മാറ്റി വെച്ചിരുന്നത്. അതൊരു 3 സവാള ഉണ്ടായിരുന്നു. ആ 3 സവാള എടുത്ത്, നമ്മുടെ ചിക്കൻ അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ജസ്റ്റ് വറുത്ത് കുറച്ച് ഇടുക ഇതിനകത്ത്, പിന്നെ കുറച്ച് മാറ്റി വെക്കുക. പിന്നെ നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞാൽ മസാലപ്പൊടികൾ എന്ന് പറഞ്ഞാൽ സാജീരകം, പട്ട, ഏലക്ക, ഇത് ഇത്ര നമ്മൾ അടിച്ച പൊടിയാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. അപ്പം ഇതും ഇട്ട്, പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില, നേരത്തെ നമ്മൾ വറുത്ത് വെച്ച സവാള കുറച്ച് മാറ്റി വെക്കുക, അതുപോലെ കുറച്ച് മല്ലിയില മാറ്റി വെക്കുക. പിന്നെ നമ്മളതെല്ലാം കൂടി മിക്സാക്കണം. ഇതെല്ലാം കൂടി നമ്മൾ നല്ല രീതിക്ക് മിക്സാക്കി എടുക്കുക. ഇതിനകത്ത് ഇപ്പം നമ്മൾ ഉപ്പ് നോക്കി, നിങ്ങൾക്ക് ഉപ്പും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി മസാലയിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് മസാലയിൽ ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ സവാള വറുത്ത് വെച്ച ആ എണ്ണ കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് നമ്മളതെല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം. 40 മിനിറ്റ്സ് നമ്മൾ വെച്ചിരിക്കുക. കാരണം ഇതിൽ ചിക്കനിൽ മസാല കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മണിക്കൂറോളം, മാക്സിമം അരമണിക്കൂർ ഒക്കെ വെച്ചിരിക്കുക. അപ്പം നമുക്ക് ഇനി ഇത് അരമണിക്കൂർ വെച്ചിട്ട് വരാം. നമ്മൾ കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ബിരിയാണി മസാല ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിൽ ആഡ് ചെയ്യുന്നതും വേണ്ടാത്തതും. അപ്പം ബിരിയാണി മസാല ഇല്ലാത്തവർ ടെൻഷനൊന്നും അടിക്കണ്ട. ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അരമണിക്കൂർ വെച്ചിരുന്ന ആ ചിക്കനിലോട്ട് ഒരു 2 ടീസ്പൂൺ അല്ല 2-2.5 ടീസ്പൂൺ തൈര് നമ്മളിതിനകത്ത് ഇട്ട് ഇനി മിക്സ് ആക്കാൻ വേണ്ടി പോവാണ്. ജീരകം, പട്ട, ഏലക്ക ഇത്രയും ഇട്ട് അത് തിളച്ച് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ പിന്നെ മല്ലിയില ചെപ്പിടുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ അരി 1 മണിക്കൂർ അരമണിക്കൂറോളം, 1 മണിക്കൂർ അരമണിക്കൂറിൽ ഞങ്ങൾ കുറച്ച് നേരം അരി കുതിർത്ത് വെച്ചിരിക്കുക. ഞങ്ങൾ കുറച്ച് ഉപ്പിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. വെള്ളം തിളച്ചു, അതിലോട്ട് നമ്മൾ അരി കുറച്ച് നേരം വെച്ചിരുന്നു വെള്ളത്തിനകത്ത് കുതിർത്ത്. ആ അരി നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നു. നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുകയാണ്, കാരണം ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അരി. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് ഇനി അരി ഇടാൻ വേണ്ടി പോവാണ്. ഓരോ ലെയറായിട്ട് പതുക്കെ ഇടുക. ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ചിരുന്നത് ഇതിനകത്ത് ഇടണം. പട്ട, ഏലക്ക, സാജീരകം പൊടിച്ച് വെച്ചില്ലായിരുന്നോ, കുറച്ചെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞില്ല, അത് ഇതിനകത്തോട്ട് ഇടുക. പിന്നെ വറുത്ത സവാള, കുറച്ച് മല്ലിയില ഫസ്റ്റ് ലെയറിൽ, പിന്നെ കുറച്ച് നാരങ്ങ നീര്, പിന്നെ സെക്കൻഡ് ലെയറിൽ നമ്മൾ വീണ്ടും അടുത്ത ബാലൻസ് റൈസ് ഇടുകയാണ്. പിന്നെ ഫസ്റ്റ് ലെയറിൽ തന്നെ വീണ്ടും
സെയിം പ്രോസസ്സ്. കുറച്ച് സാജീരത്തിൻ്റെ പൊടിയും സാജീരവും പട്ടയും ഏലക്കയും കൂടി മിക്സ് ചെയ്ത് വെച്ചത്, പിന്നെ കുറച്ച് നാരങ്ങ നീര് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുന്നു. കളറ് നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോകുന്നു. ഓരോ സൈഡിലോട്ട് ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഒഴിക്കുക. കളർ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ മറ്റേ വറുത്ത് വച്ചിരിക്കുന്ന എണ്ണ കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക ഫസ്റ്റ് ലെയറിൽ തന്നെ. പിന്നെ കുറച്ച് നെയ്യ് സൈഡുകളിലായിട്ട് ഇടുക. ബാലൻസ് ആയിരിക്കുന്ന വറുത്ത് വെച്ച ഉള്ളി, പിന്നെ മല്ലിയില. അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യുകയാണ് ദമ്മിൽ വെക്കുന്നതായതുകൊണ്ട്. എന്നിട്ട് ഇത് ഫുൾ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ദം ബിരിയാണി റെഡിയായി. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു 15 to 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ദം ചെയ്യാം. അപ്പം ദമ്മ് അലുമിനിയം ഫോയിൽ തുറക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് അലുമിനിയം ഫോയിൽ പതുക്കെ തുറക്കാം. ചൂടാണ്. ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു സൈഡ് കൊണ്ട് പതുക്കെ ഇളക്കി ഇങ്ങനെ നോക്കുവാണ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് അയയ്ക്കുക. താങ്ക് യു.